ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT CBSE ക്ലാസ് 7 ചാപ്റ്റർ 1 ഇൻറ്റീജേഴ്സിലെ എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. കുറച്ച് നമ്പറുകൾ തന്നിട്ട് അതിനെ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, 369 ഡിവൈഡഡ് ബൈ 369. 369നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 369 തന്നെ കിട്ടുന്നത്? ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആ നമ്പർ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, 1 ഈസ് ദ ഡിവിഷണൽ ഐഡന്റിറ്റി 1 എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഡിവൈഡ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റിയാണ് 1 എന്ന് പറയുന്നത്. അതായത് ആ നമ്പറിനെ നമ്മൾ 1 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. സോ ഇവിടെ ആരാ വരിക? 1 ആണ് വരിക. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് -75 ഡിവൈഡഡ് ബൈ -1. അതായത് ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. സോ -75 ബൈ 75 ചെയ്യുമ്പോൾ 75 ബൈ 75 1 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും നെഗറ്റീവ് ആകും. സോ അവിടെ ആരാ വരിക? 75. ദെൻ അടുത്തത് -206 ഡിവൈഡഡ് ബൈ 1 ആണ് വന്നിട്ടുള്ളത്. സോ 206നെ 206 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. പക്ഷെ ഇവിടെ -206 1 ആവണമെന്നുണ്ടെങ്കിൽ ബോത്ത് നമ്പർ ഷുഡ് ബി നെഗറ്റീവ്. ഡിവിഷൻ പോസിറ്റീവ് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പറും എന്താവണം? നെഗറ്റീവ് ആകണം. സോ -206. അടുത്ത് -87 ഡാഷ് ഈക്വൽ ടു 87. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടുമെന്ന് പറഞ്ഞു. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ കിട്ടും. സോ 87നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 87 എന്ന് കിട്ടും. പക്ഷേ ഒരെണ്ണം നെഗറ്റീവാണ്, ആൻസർ പോസിറ്റീവാണ്. സോ രണ്ട് നമ്പറും നെഗറ്റീവ് ആയാലേ ആൻസർ എന്താവുകയുള്ളൂ? പോസിറ്റീവ് ആവുകയുള്ളൂ. സോ -1. അടുത്ത് ഡാഷ് ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു -87. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള നമ്പർ എന്താണോ ആ നമ്പർ തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ടും കിട്ടുക. സോ ഹിയർ ഇറ്റ് ഈസ് -87. അടുത്തത് ഡാഷ് ഡിവൈഡഡ് ബൈ 48 ഈക്വൽ ടു -1. ഒരു നമ്പറിനെ 48 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തായിരിക്കണം? 48 ആയിരിക്കണം. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. സോ 48 ബൈ 48 എത്രയാണ്? 1 ആണ്. പക്ഷേ ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരെണ്ണം നെഗറ്റീവ് ആവണം. നമുക്ക് തന്നിട്ടുള്ള നമ്പർ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ എന്താണ്? നെഗറ്റീവ് ആണ്. ദെൻ അടുത്തത് 20 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽ ടു -2. 20 ബൈ 10 ആണ് 2 എന്ന് വരുന്നത്. ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരെണ്ണം നെഗറ്റീവ് ആവണം. 20 പോസിറ്റീവ് ആയതുകൊണ്ട് 10 നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് ഡാഷ് ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 3. 12 ബൈ 4 ആണ് 3 എന്ന് പറയുന്നത്. മൈനസ് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾ മൈനസ് ആവണം. 4 പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്പർ തന്നെ ആയിരിക്കും എന്ത് വരുന്നത്? നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നത്. ക്ലിയർ? ഓക്കെ, then thank you for watching this video. Please subscribe for more videos. See you soon. Bye bye.